ഓം ശാന്തി. ഞാൻ ശ്രേഷ്ഠ സമാനത്തിലിരിക്കുന്നു. ഞാൻ മറുജീവ ജന്മധാരി ബ്രാഹ്മണ ആത്മാവാണ്. ഏകാഗ്രതയോടെ ഞാൻ എൻ്റെ നിരാകാരി സ്വരൂപത്തെ കാണുന്നു. ഈ ശരീരത്തിൽ വിരാജമാനായി മസ്തകമധ്യത്തിൽ പ്രകാശിക്കുന്ന ഞാൻ ഒരു ദിവ്യ ജ്യോതിബിന്ദു ആത്മാവാണ്. ഞാൻ ആത്മാ പരമാത്മാ ബാബയെ ഹൃദയത്തിൽ നിന്നും ഓർമ്മിക്കുന്നു. ഞാൻ ആത്മാ ജ്ഞാനസൂര്യ ശോഭാബയുടെ സർവശക്തികളാകുന്ന ഛത്രഛായ എൻ്റെ മുകളിൽ അനുഭവം ചെയ്യുന്നു. സർവശക്തികളുടെയും കിരണങ്ങൾ ബാബയിൽ നിന്നും എന്നിൽ പതിയുന്നു. ഈ തേജസ്വി കിരണങ്ങൾ എനിക്കു ചുറ്റും പ്രഭാമണ്ഡലം നിർമ്മിക്കുന്നു. ഈ പ്രഭാമണ്ഡലം കൂടുതൽ കൂടുതൽ പ്രകാശമയമാക്കുന്നു. ഞാൻ ആത്മാ പ്രകാശബിന്ദു ഈ പ്രഭാമണ്ഡലത്തിനുള്ളിലാണ്. ഞാൻ അനുഭവം ചെയ്യുകയാണ്. ഈ സ്ഥൂലദേഹത്തിനു പകരം ഞാൻ പ്രകാശ ശരീരം ധാരണ ചെയ്തിരിക്കുന്നു. ദേഹത്തിൻ്റെയും ദേഹത്തിൻ്റെ ലോകത്തിൻ്റെയും ആകർഷണങ്ങളിൽ നിന്നും ഞാൻ മുക്തമാണ്. യോഗാഗ്നിയിലൂടെ എൻ്റെ പഴയ സംസ്കാരങ്ങൾ കത്തിഭസ്മമാകുകയാണ്. യോഗജ്വാലയിലൂടെ മുഴുവൻ വികാരങ്ങളും സമാപ്തമാക്കുന്നു. ഞാൻ ഈശ്വരീയ സംസ്കാരത്തിൻ്റെ ദിവ്യ ഡ്രസ്സ് ധരിച്ചിരിക്കുന്നു. പവിത്ര ദൃഷ്ടിയും വൃത്തിയും ധാരണ ചെയ്യുന്നു. പഴയ ജന്മത്തിലെ പഴയ കാര്യങ്ങൾ പൂർണ്ണമായും മറക്കുന്നു. ഈശ്വരീയ മടിയിൽ എൻ്റെ പുതിയ ആത്മീയ മറുജീവ ജന്മമെടുക്കുന്നു. ഞാൻ ആത്മാ ആത്മീയ പിതാവിൻ്റെതായിരിക്കുന്നു. ഇപ്പോൾ ബാബയാണ് എൻ്റെ ലോകം. ഞാൻ മറുജീവ ജന്മധാരിയാണ്. പഴയ ലോകത്തിൽ മറുജീവയായിരിക്കുന്നു. ഞാൻ സമ്പൂർണ്ണ നഷ്ടമോഹയായി അനുഭവം ചെയ്യുന്നു. പഴയ സംസ്കാരങ്ങളൊന്നും എൻ്റേതല്ല. എൻ്റെ സംസ്കാരം പുതിയതാണ്. എൻ്റെ ഈ ജന്മം അമൂല്യമാണ്. അന്തിമ ജന്മമാണ്. പരംപിത പരമാത്മാവിൻ്റെ കൂടെയാണ്. ബാബ, ഞാൻ മറുജീവയായി എൻ്റെ മുഴുവൻ ജന്മവും അങ്ങയുടെ കൂടെയായിരിക്കും. ഞാൻ ഒരു ഭഗവാനോട് പ്രീതി വെച്ച് പഴയ ലോകത്തിൽ നിന്നും
മരിച്ച് പുതിയ ലോകത്തേക്ക് പോകുന്നു. ബാബയുടെ ഓർമ്മ എന്നെ ധനവാനാക്കി മാറ്റുന്നു. ഞാൻ ബിന്ദുവായ ബാബയെ ഓർമ്മിക്കുന്നു. ബാബയുടെ ഓർമ്മയിലൂടെ ബിന്ദു വർദ്ധിച്ചുകൊണ്ടിരിക്കും. എൻ്റെ സമ്പാദ്യം വർദ്ധിച്ചുകൊണ്ടിരിക്കും. ഇതാണ് സത്യമായ സമ്പാദ്യം. ഒരു ഈയാമ്പാറ്റയെ പോലെ ബാബയുടെ ഓർമ്മയിൽ ഈ ശരീരം ഉപേക്ഷിക്കണം. ബാബ പുതിയ ലോകത്തേക്കുള്ള വഴി പറഞ്ഞു തരികയാണ്. കേവലം എന്നെ ഓർമ്മിക്കൂ. ബാബ മുഴുവൻ ലോകത്തിൻ്റെയും മുക്തിദാതാവാണ്. എന്നെ പാവന ലോകത്തേക്ക് കൊണ്ടുപോകുന്നു. ശിവബാബ ജ്ഞാനത്തിൻ്റെ മുരളി വായിക്കുന്നു. ഞാൻ ബാബയെ ഓർമ്മിച്ച് നിറഞ്ഞ കൈയോടെ തിരിച്ചു പോകുന്നു. ജീവിച്ചിരിക്കെ ശരീരബോധം മറന്ന് ഒരു ബാബയെ മാത്രം ഓർമ്മിക്കുന്നു. പുഷ്പത്തെ പോലെ ഹർഷിതമായിരിക്കുന്നു. ഇപ്പോൾ എൻ്റെ 84 ജന്മങ്ങൾ പൂർത്തിയായി കഴിഞ്ഞു. ഈ ചിന്തകൾ ബുദ്ധിയിൽ വരുമ്പോൾ സന്തോഷമുണ്ടാകുന്നു. വികാരത്തിൻ്റെ ചിന്ത അല്പം പോലും ഉണ്ടാകില്ല. കുട്ടികൾ അച്ഛനെ പ്രത്യക്ഷമാക്കുന്നു. അച്ഛൻ കുട്ടികളെ പ്രത്യക്ഷമാക്കുന്നു. ഞാൻ ശിവബാബ മനസ്സിലാക്കി തരുന്നത് ഫോളോ ചെയ്യുന്നു. അതിലൂടെ സ്വർഗത്തിൻ്റെ അധികാരിയാകുന്നു. വിനാശം തൊട്ടു മുന്നിൽ നിൽക്കുന്നു. അപ്പോൾ പാരലൗകിക അച്ഛൻ്റെ മതപ്രകാരം നടക്കണം. ബാബ സ്വർഗീയ സമ്പത്ത് നൽകുന്നു. ഞാൻ ഈശ്വരീയ വിദ്യാർത്ഥിയാണ്. മോശമായ എല്ലാ ശീലങ്ങളും ഒഴിവാക്കുന്നു. ജീവിച്ചിരിക്കെ ശരീരബോധത്തെ മറന്ന് ബാബയെ ഓർമ്മിക്കുന്നു. പതിത പാവനമാക്കാനുള്ള ജോലി ചെയ്യണം. ഞാൻ ബാബ തന്നിരിക്കുന്ന വരദാനത്തിൻ്റെ സ്വരൂപമാകുന്നു. സന്തുഷ്ടതയുടെ ത്രിമൂർത്തി സർട്ടിഫിക്കറ്റിലൂടെ സദാ സഫലത പ്രാപ്തമാക്കുന്ന ഉയർന്ന പദവിയുടെ അധികാരിയാകുന്നു. ആദരവ് നൽകുന്നതിൻ്റെ റെക്കോർഡ് നിരന്തരം നടക്കണം. ഇതിൽ നിഷ്കാമിയാകണം. ബാബയെ സന്തുഷ്ടമാക്കുന്നതിന് സത്യമായി മാറുന്നു. സ്വയത്തോട് സന്തുഷ്ടമാകുന്നതിന് ബാബയുടെ ശ്രീമതത്തിൻ്റെ വരയ്ക്കുള്ളിൽ കഴിയുന്നു. ഈ 3 സർട്ടിഫിക്കറ്റുകളും ഉയർന്ന പദവിയുടെ അധികാരിയാക്കും. ആരാണോ ചിത്രത്തെ നോക്കാതെ ചൈതന്യത്തെയും ചരിത്രത്തെയും നോക്കുന്നത് അവരാണ് ശ്രേഷ്ഠ ചരിത്രവാൻ. ബാബ അവ്യക്ത സൂചന നൽകുന്നു. ഏകതയുടെയും ഏകരസസ്ഥിതിയുടെയും പ്രത്യക്ഷ രൂപത്തിൻ്റെ സാക്ഷാത്കാരമുണ്ടാക്കൂ. ഓം ശാന്തി.